അതിന് വെച്ചാൽ എല്ലാവർക്കും പുതിയൊരു വീട്ടിലോട്ട് സാധനം. ഇന്ന് നമ്മൾ പൊന്നാനിയിലുള്ള നമ്മൾ കുറെ കാലമായിട്ട് ആഗ്രഹിച്ച് പ്രതീക്ഷിച്ച് കാത്തിരുന്ന ഒരു ബ്രാൻഡ് ഇന്നങ്ങനെ എന്താ പറയുക ബ്രാൻഡ് മാർക്കറ്റിലോട്ട് ലോഞ്ച് ആയിരിക്കുകയാണ്. ഇതിന്റെ ലോഞ്ചിങ് ഇവന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മുടെ കുറെ അധികം ആളുകളൊക്കെ ഉണ്ട്. ഒരാളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. നമ്മുടെ കമാൽ ബ്രാൻഡ് ജലീലൊക്കെ ഉണ്ട്. നമ്മുടെ മീമിയാണ് നമ്മുടെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. ഇതിനങ്ങനെ നമ്മുടെ കുറെ അധികം സുഹൃത്തുക്കളോട് വന്നിട്ടുണ്ട്. എല്ലാവരും ഓരോ തിരക്കുകളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിന്റെ ലോഞ്ചിങ് ഇവന്റും കാര്യങ്ങൾ. നമ്മുടെ ബ്രാൻഡിന്റെ പേര് വരുന്നത് പെറ്റ്സോ എന്നാണ്. പെറ്റ്സന്റെ ലോഞ്ച് നോക്കി അതിനാണോ, ഇതാണ് നമ്മുടെ പെറ്റ്സോ എന്ന് പറയുന്ന ബ്രാൻഡിങ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്രാൻഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരുന്ന പ്രോഡക്റ്റുകൾ നമുക്ക് എന്താ പറയുക അത്രയും പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ. ഒരു എന്താ പറയുക അതിൻ്റെ മെയ്ഡ് ക്വാളിറ്റിയിലാണെങ്കിലും എന്തിനാണെങ്കിലും ഒരു കോംപ്രമൈസോ കാര്യങ്ങളോ ഒന്നും അത്രയും ക്ലിയർ ക്വാളിറ്റി അത്രയും അടിപൊളി പ്രൊഡക്റ്റുകളാണ് നമുക്ക് വേണ്ടിയിട്ട് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത് റീസണബിൾ പ്രൈസിലും കൂടിയാണ്. പിന്നെ 5 ജേഴ്സി വരുന്നുണ്ട്, അതും നിങ്ങൾക്ക് വാങ്ങിക്കാം. അതും UV പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ജേഴ്സിയാണ് വരുന്നത്. വെറും 550-600 റേഞ്ചിൽ വരുന്ന അടിപൊളി ജേഴ്സി, കളർഫുൾ ജേഴ്സിയാണ്. നമ്മുടെ വീഡിയോക്കകത്ത് നമ്മൾ കാണിച്ചു തരാം. അപ്പം എല്ലാവരും നമ്മുടെ ജേഴ്സി വാങ്ങിക്കുക, അതുപോലെ തന്നെ നമ്മുടെ ഫ്രോക്കുകൾ വാങ്ങിക്കുക. നല്ല റീസണബിൾ പ്രൈസ് കിട്ടുന്നതാണ്. എല്ലാവരും മറക്കാണ്ട് വാങ്ങിക്കുക. പിന്നെ നമുക്ക് ഫുള്ള് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ പെറ്റ്സോൻ്റെ സ്റ്റോർ ഉദ്ഘാടനം ചെയ്യുന്നത് ഹുസൈൻ ജിഫ്രി തങ്ങൾ എന്ന് പറയുന്ന അദ്ദേഹമാണ് റിബൺ കട്ട് ചെയ്ത് ഓഫീസ് റൂം ഉദ്ഘാടനം ചെയ്യുന്നത്. ഓഫീസ് റൂമും നമ്മുടെ സ്റ്റോറും എല്ലാം കൂടെ വിശാലമായൊരു റൂമും കാര്യങ്ങളൊക്കെയാണ്. കൊടുത്തിട്ട് തുടങ്ങിയ അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ പെറ്റ്സോൻ്റെ ലോഗോ ലോഞ്ചിങ്ങാണ്. ലോഗോ ലോഞ്ചിങ്ങിനായിട്ട് നമ്മുടെ ബ്ലോഗിൻ്റെ പാർട്ട്നേഴ്സാണ് ഉള്ളത്. നമ്മുടെ ആംഗ്ലേഴ്സിനായിട്ട് പുതിയൊരു ബ്രാൻഡ് നമ്മുടെ മാർക്കറ്റിലോട്ട് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ എല്ലാവരുടെയും സഹകരണവും എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും വേണം. നമ്മളെ ഈ സംരംഭത്തിന്റെ ഫസ്റ്റ് പർച്ചേസ് ആട്ടോ ഇനി ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സംരംഭത്തിന് ഇവിടെ തുറക്കരുത്. ഇപ്പം ഇതിന്റെ സീറമാരായ തങ്ങളായാലും ബാബുവായാലും ഒക്കെ ഒരുപാട് അനുഭവ സമ്പത്തിന്റെ ഇടയിൽ കയറി വന്ന് ക്രിയേറ്റേഴ്സിനോടാണ് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്. ബാക്കിയൊക്കെ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. നിങ്ങളെത്ര പ്രോത്സാഹനം ചെയ്യുന്നോ അതിനനുസരിച്ചാണ് ഇതിന്റെ മാർക്കറ്റ്. കാരണം എന്തായാലും എന്ത് സാധനമായാലും എന്ത് പ്രോഡക്റ്റ് ആയാലും നമ്മൾ എത്ര വിളംബരം ചെയ്യുന്നോ എത്ര പരസ്യം കൊടുക്കുന്നോ അതിനനുസരിച്ചാണ്. നിങ്ങളോട് കൂടെ ഞാൻ സിഒക്കും ഈ സിഒ ടീമിനും വേണ്ടിയിട്ട് ഞാൻ പറയാണെന്നുള്ളൂ. അപ്പോൾ നിങ്ങളെ കൂടെ എപ്പോഴും കമ്പനി ഉണ്ടാവും. അതുപോലെ നിങ്ങൾ വിശ്വസിച്ച് കമ്പനിയുടെ കൂടെ ഉണ്ടാവും എന്നുള്ള പൂർണ്ണ വിശ്വാസം ഉണ്ടാവില്ലേ? അപ്പൊ ഇന്ന് ഇതിന്റെ ഒരു തുടക്കമാണ്. അപ്പം ചെറിയ തോതിൽ ഉള്ള ഈ ഏരിയ വലിയൊരു സംരംഭമാക്കി മാറ്റണം. അതിന് നിങ്ങളെല്ലാവരും അകമഴിഞ്ഞ സഹായം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇതിവിടെ ആരംഭിക്കുകയാണ് ഒരു പുതിയ തുടക്കം. ഓക്കെ, അപ്പൊ പറ്റാവുന്ന രീതിയിൽ നിങ്ങൾ എത്രത്തോളം സഹകരിക്കുന്നോ അത്രത്തോളം നമുക്ക് പെട്ടെന്ന് മുന്നേറാൻ പറ്റും. ഞാനടക്കമുള്ള ക്രിയേറ്റേഴ്സിനോട് എന്നോട് ഞാൻ തന്നെ പറയുകയാണ്, നമുക്ക് ഒരുമിച്ച് കൈകോർത്ത് മുന്നോട്ട് പോവാം. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾ നമ്മളൊപ്പം നമ്മൾ നിങ്ങളൊപ്പം ഉണ്ടായാൽ നമുക്ക് മുന്നേറാൻ പറ്റും. ഓക്കെ, ഇതിലിപ്പം നമുക്ക് 2 കാറ്റഗറിയിലാണ് പ്രോഡക്റ്റ് വരുന്നത്. പ്രീമിയം ക്വാളിറ്റി എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ ഏത് കാട്ടിലൂടെ പുല്ലിലൂടെ അല്ലെങ്കിൽ ആമ്പലിലൂടെ എവിടെയും വലിച്ചോ, ഇത് പുല്ലിൽ ഉടക്കൂല, നമ്മൾ ഗ്യാരണ്ടിയാണ്. ഇപ്പം 2 ദിവസം മുന്നേ തന്നെ ടെസ്റ്റിന് ഞാൻ കൊണ്ടുപോയിട്ട് ഞാൻ കാട്ടിലേക്കും വള്ളിക്കൂട്ടത്തിലേക്കൊക്കെ എറിഞ്ഞിട്ടും അത് സുഖമായിട്ട് കൊണ്ട് പോരുന്നിട്ട് അതുപോലെ കിടില റിസൾട്ടുമാണ്. പിന്നെ ഒരു നോർമലും അതിന്റെ പാക്കറ്റ്
അപ്പം എനിക്ക് വാഹ വലിയ ചെയർമീന് ഒക്കെ ടാർഗറ്റ് ചെയ്യുന്ന ഭാഗത്താണ് ഒരു രക്ഷയില്ലാത്ത മോഡലാണ് നമ്മളെ ആരാഫേമിന്റെ തലമായിട്ടുള്ള പെയ്മാന്ന് പേരുള്ള ഈ ഫ്രോഗ്. ഒരു രക്ഷയില്ലാത്ത ഒരു ഇതുണ്ടോ ഈ മെറ്റീരിയലിൽ ഇവിടെ ഒരു ഫ്രോഗ് ഇറങ്ങിയിട്ടില്ല എന്നുള്ളത് നമുക്ക് തീർത്തും പറയാൻ പറ്റും. നിങ്ങളെല്ലാവരും നോക്കിക്കോ ഈ മെറ്റീരിയൽ നിങ്ങൾക്ക് ഇതിന്റെ മുന്നേ ഫ്രോഗ് കിട്ടിക്കണോ? ഇത് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. അതിന്റെ ഹുക്ക് ഭയങ്കര ഹുക്ക് ഒടിഞ്ഞു പോകുന്ന പ്രശ്നങ്ങളൊന്നും എങ്ങനെ ഏത് പുല്ല് കൂടെ വെച്ചാലും നമുക്ക് ഡയറക്റ്റ് കരയിലെ പുല്ലിൽ ഇങ്ങോട്ട് വലിച്ചിട്ടൊക്കെ ടെസ്റ്റ് ചെയ്താം. എന്നിട്ടാണ് നമ്മൾ ഫൈനലൈസ് ചെയ്തത്. ഈ മെറ്റീരിയൽ നമ്മൾ പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന എല്ലാ പ്രോഗ്രാമും നല്ല ഹുക്ക് ഓപ്പറേഷനാണ്. സ്പിന്നർ ചെറിയ ബെൻഡ് ഇട്ടിട്ടുണ്ട്. നല്ല നല്ല സൗണ്ട് ആയിരിക്കും. ആ ഒരു ഫ്രോഗ് മാത്രമല്ല കേട്ടോ, നമുക്ക് അതിന്റെ ചെറിയ സൈസുകളൊക്കെ ഇതേ മെറ്റീരിയൽ ക്വാളിറ്റിയിൽ വരുന്നുണ്ട്. പിന്നൊരു കാര്യം, ഇത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടല്ല, ഒരു കാര്യം പറയാം. നമുക്ക് കുറെ ആൾക്കാരെ ജിമ്മിൽ കൊണ്ടുപോയിട്ട് ബലം പിടിച്ചൊന്നല്ല അത് കാണിച്ചു കൊടുത്തിട്ട് മാർക്കറ്റ് ചെയ്യണ്ട. നിങ്ങൾ ഓരോരുത്തരും മീൻ പിടിച്ചും പായലൂടെ വലിച്ചും ചണ്ടിയിലൂടെ ഒക്കെ വലിച്ചിട്ട് ഇതാക്കി. നമ്മളിത് കുസ്തി മത്സരത്തിന് വേണ്ടി കൊണ്ടുവന്ന സാധനമല്ല, നമ്മളിത് മീൻ പിടിക്കാൻ കൊണ്ടുവന്ന സാധനം. കറക്റ്റ് കാര്യം. ഇന്നലെ ഞാൻ വലിച്ചു നോക്കി. നമുക്കപ്പോ ക്രോക്കഡൈൽ എന്ന് പറഞ്ഞ സാധനം വന്നത് നമ്മള് വലിച്ചിട്ട് പുല്ലിനകത്തൂടെ വലിക്കണം. വലിച്ചിട്ട് നമ്മള് സാധാരണ ഫ്രോഗെല്ലാം വലിക്കുമ്പോ അവിടെ ഇരിക്കുക. നമ്മൾ വള്ളത്തിലാണ് പോണത്. കരയെക്കൂടി പോണവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഇവിടെ അങ്ങനെ വള്ളം കരയൊന്നും ഉണ്ടാകുന്ന എനിക്കറിയില്ല. നമ്മള് കുമരകാണ്, കോട്ടയാണ്. നമ്മളാ പുല്ലിനകത്ത് വലിക്കുന്ന സാധനം അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ വള്ളം ഉള്ളവർക്ക് മാത്രം റിട്രീവ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഈ ക്രൊക്കഡൈൽ നമ്മൾ വലിച്ചിട്ട് നമുക്ക് മീൻ അടിച്ചില്ല, മീൻ കിട്ടും, അതെനിക്ക് 100% ഉറപ്പാണ്. പക്ഷെ ഇതുവരെ ഉടക്ക ഒരു കാര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. 100% നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. ഉടക്കില്ല. പിന്നെ വേറെ അതിന്റെ ഒരു ചെറിയ ലെവലില് അത് പ്രീമിയം ക്വാളിറ്റിയാണ്. നമുക്ക് ആ റബ്ബർ ക്വാളിറ്റി അതിന്റെ തന്നെ കുറച്ചും കൂടെ വില താത്തി ഒരു കുറഞ്ഞ നോർമൽ ലെവലില് ഉള്ള കുറച്ച് മോഡൽസ് കൂടി നമുക്ക് വരുന്നുണ്ട്. അപ്പം നല്ല പ്രീമിയം ക്വാളിറ്റി ഉണ്ട്, കുറഞ്ഞ മോഡലും ഉണ്ട്. ആംഗ്ലൈസിന് ഈ കുറഞ്ഞ മോഡലും എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്ന പ്രീമിയം ക്വാളിറ്റി പറഞ്ഞ് വിൽക്കുന്ന ഫ്രോഗുകളുടെ ക്വാളിറ്റി നമുക്ക് ഈ മീഡിയം ക്വാളിറ്റി കിട്ടും. അതിന്റെ മേലേക്കുള്ള ക്വാളിറ്റി ഇപ്പം വലിയ വിലക്ക് ഇവിടെ ഇറങ്ങുന്ന എല്ലാ ഫ്രോഗിന്റെ അതേ ക്വാളിറ്റി ഈ നോർമൽ ലെവലിൽ തന്നെ കിട്ടും. അടുത്തായിട്ട് നമുക്ക് വരുന്ന മോഡലാണ് 2 ജെം ഫ്രോഗ്. ഞാനിത് ഉപയോഗിച്ചായിരുന്നു ഈ ഫ്രോഗ്. ഈ സെയിം ഫ്രോഗിൽ ഞാൻ ഫസ്റ്റ് മീൻ അടിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ കിട്ടുന്നത്. നല്ല ആക്ഷൻ, മീഡിയം ആക്ഷനാണ്. ഫാസ്റ്റ് ആയിട്ട് റിട്രീവ് ചെയ്താൽ നല്ല ഓളാണ്. മീഡിയത്തിൽ റിട്രീവ് ചെയ്താലും അത്യാവശ്യം കുഴപ്പമില്ലാതുണ്ട്. നല്ല മീൻ, മെയിനായിട്ട് ചെറുമീൻ, വാഹ, വരൽ മൂന്നിനും ഒരേപോലെ കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സൈസാണ്. പിന്നെ വലിയ ചെറുമീന് വാഹനമൊക്കെ അടിക്കുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ റാറ്റൽ സൗണ്ട് ഒക്കെ വരുന്ന ഒരു അടിപൊളി മോഡലാണ്. വേണ്ട പിന്നെ ക്വാളിറ്റി ആണെങ്കിലും ഒരു രക്ഷയില്ല. ഫിനിഷിംഗ് ആൻഡ് ക്വാളിറ്റി ഒരു രക്ഷയില്ല. നല്ല അടിപൊളിയാണ്. ഇത് ഇന്തോനേഷ്യയിൽ മാത്രം കിട്ടുന്ന ഒറിജിനല് അവിടുത്തെ ഒരു പ്രത്യേക ഫുഡില് ചെയ്യുന്നതാണ്. താവൂല എന്നുള്ളത് നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും. നല്ല ഫ്ലോട്ടിംഗ് ആയിട്ട് തന്നെ വരും. പിന്നെ നമുക്ക് അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അടിച്ചുള്ള ഏറ്റവും ചെറിയ മീൻ, അതൊരു 700 ഗ്രാം, അതായത് ചെറിയ മീനടക്കം ഇത്രയും വലിയ ഫ്രോഗ് ഹുക്കാറുണ്ട്. പിന്നെ നമ്മുടെ അവിടെ കൂടുതൽ ചണ്ടികളുള്ള പുല്ലുകൾ, കുളച്ചണ്ടികളൊക്കെ ഉള്ള ഏരിയകളാണ്. അപ്പോൾ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല അടിപൊളി ഫ്രോഗാണ്, നല്ല ആക്ഷനുമാണ്. അതാണ് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇത് നമ്മൾ മീൻ പിടിച്ച് കഴിച്ചിട്ടില്ല. ഇത് ഞാൻ ഫസ്റ്റ് കൊണ്ടുപോയിട്ടൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചിരുന്നത് ഇതിന്റെ ഒരു ആക്ഷൻ എന്ന് പറയുന്നത് പോപ്പറുമാര് വെള്ളം, ഇതിന്റെ ആക്ഷൻ എന്ന് പറയുന്നത് ബാക്ക് മാത്രം ഇതാക്കിയിട്ട് നല്ല സൗണ്ടില് തലഭാഗം പൊങ്ങിയിട്ടാ വരുന്നത്. ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് കിട്ടുന്നതും ഉക്കപ്രേശ് കിട്ടുന്ന ഒരു ആക്ഷനാണ് നമ്മളെ ഈ ഒരു ആംഗിളിൽ ഫ്രോഗ് നല്ല സൗണ്ടോട് കൂടി വരിക എന്നുള്ളത്. ഇത് വരുന്നത് ഈ പടം കൊണ്ട് വെള്ളം തെറിപ്പിച്ചല്ല, ഈ ഭാഗം പൊങ്ങി ബാക്ക് ഭാഗം താന്നു കൊടുത്തിട്ട് കറക്റ്റ് ആക്ഷനിലാണ് ഈ ഫ്രോഗ് വരുന്നത്. അപ്പൊ കിഡ്ലർ സെറ്റ് ആയിട്ട് ഒരു സംശയമില്ല. നമ്മൾ അത്രയും കറക്റ്റ് ആയിട്ടില്ല, പുല്ലുടക്കില്ല എന്നുള്ളതിൽ അത്ര കറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. എല്ലാ പ്രൊഡക്റ്റും ചെയ്തിട്ടുള്ളത് പ്രീമിയം ക്വാളിറ്റി ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റാണ്. പ്രീമിയം ക്വാളിറ്റിയിൽ കറക്റ്റ് ആയിട്ട് ബ്ലൂ
ബോക്സിലാണ് ബോക്സിലായിട്ട് വരുന്നത്. കംപ്ലീറ്റ് നോർമൽ ഫ്രോഗിലാണ് ഇതിൽ വരുന്നത്. വേറെ പ്രീമിയം ക്വാളിറ്റി ഉള്ള അടിപൊളി ഒരു ഇതേണ്ട നല്ല ചെലങ്കമാതിരി സൗണ്ടുള്ള ഡബിൾ പറഞ്ഞ മോഡലാട്ടോ. ഇതൊക്കെ നമുക്ക് ഉള്ളിൽ ഉടക്കാത്ത അതേ മെറ്റീരിയൽ തന്നെയാണ് ഇത് വരുന്നതും. ഒരു രക്ഷയില്ലാത്ത സൗണ്ടാണ്. ഇതേ സൗണ്ട് വെള്ളത്തിലേക്ക് കിട്ടും. ഇത് വേണ്ട അടിപൊളി സ്പിന്നർ വർക്കാണ്. ഇതിന്റെ സ്പിന്നർ വർക്ക് ഉണ്ടല്ലേ, അടിപൊളി സ്പിന്നർ വർക്കാണ്. നല്ല സൗണ്ടാണ്. അപ്പൊ ഇത്രയും സൗണ്ടിൽ വരുമ്പം ഏത് ചണ്ടീൻ്റെ അകത്തുള്ള മീനും പൊങ്ങി വരും. ആർക്കും ഇറങ്ങി കിടക്കാൻ പറ്റില്ല, പൊങ്ങി ഒന്ന് അടിച്ചേ പറ്റുള്ളൂ. അത്രക്ക് വലിയ ഇതുണ്ട്. അപ്പോൾ ഇതുണ്ടല്ലോ, ഇതാണ് നമ്മുടെ പെറ്റ്സന്റെ ഡബിൾ എന്ന് പറയുന്ന പ്രീമിയം ക്വാളിറ്റി ഫ്രോഗ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സ്പിന്നർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഇതിനുണ്ടല്ലോ നല്ല രീതിക്ക് ബെൻഡ് കൊടുത്തിട്ടുണ്ട്. ബെൻഡ് മാത്രമല്ല, ഒരു സ്പിന്നറിന്റെ മേളിൽ അടുത്ത സ്പിന്നർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം എന്ന് പറഞ്ഞാൽ ഇത് കറങ്ങുമ്പോൾ ഓട്ടോമാറ്റിക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടും. അപ്പോൾ തട്ടുന്ന കൂട്ടത്തിൽ ഇതിന് നല്ല വോയിസ് ആയിരിക്കും. അപ്പം ശരിക്കും പറഞ്ഞാൽ വെള്ളം ഇങ്ങനെ ഇളക്കി മറിച്ച് വെള്ളത്തിൽ നല്ലൊരു ഓളോ ഒരു വൈബ്രേഷൻ ഉണ്ടാക്കാനായിട്ട് ഈ ഒരു ഡിസൈനിന് പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് എത്ര ഒളിച്ചിരിക്കുന്ന മീനും വന്ന് അടിക്കാനുള്ള ഒരു ടെൻഡൻസി കൂടുതൽ കാണിക്കും. രണ്ടാമത് ഇതിന്റെ ഹുക്ക് വന്നിരിക്കുന്നുണ്ട്. ഇവിടെ ഒരു ബൾജിങ് ഡിസൈനാണ്. ഈ ഡിസൈനിന്റെ ഉള്ളിലാണ് ഈ ഹുക്ക് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഉള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുല്ലിന്റെ മേളിൽ വന്നിട്ട് ഇത് ഉടക്കത്തില്ല, അവിടെ കവർ ചെയ്തങ്ങ് പോകും. പക്ഷേ മീനടിച്ചാലും നല്ലതായിട്ട് ഹുക്കപ്പ് ഉണ്ടല്ലോ, ഹുക്കപ്പ് റേഷ്യോ ഉണ്ടല്ലോ, നല്ല ഹുക്കപ്പ്. രണ്ടാമത് ഈ സൈഡിൽ മാക്സിമം ചേർത്തിട്ടാണ് ഹുക്ക് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മീൻ സൈഡിൽ നിന്ന് വന്ന് അടിച്ചാലും ഹുക്കാവും, ബാക്കിൽ നിന്ന് വന്ന് അടിച്ചാലും ഹുക്കാവും. ഹുക്കപ്പ് നല്ല ഗ്യാരണ്ടിയാണ്. ഇത്രയും ഹുക്കപ്പ് റേഷ്യോ ഉണ്ട്. രണ്ടാമത് ഹുക്കാണെങ്കിലും നല്ല ഷാർപ്പായിട്ടുള്ള ഹുക്ക്, നമ്മൾ കൈ കൊണ്ട് തൊട്ടാൽ കയ്യിൽ വരെ കയറും, അത്ര ഷാർപ്പായിട്ടുള്ള ഹുക്കാണ്. പിന്നെ ഇതിൻ്റെ ഇടക്കുള്ള ഒരു ഇതുണ്ടോ, ഒരു കട്ടിങ് ഉണ്ട്, അതിന് ഇടനാക്കം നമ്മൾ പറയും. ഇതാണേലും ഓവറായിട്ടും ഇല്ല, എന്നാൽ കണ്ടവാൻ കുറവല്ല, ഒരു മീഡിയം, അതായത് കറക്റ്റ് വേണ്ട സൈസിൽ തന്നെയാണ് അത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മീൻ ഹുക്കായാലും മിസ്സാവാനുള്ള ചാൻസ് കുറയും. രണ്ടാമത് നല്ല രീതിയിൽ ഹുക്ക് കൊടുത്തില്ലെങ്കിലും ഹുക്കാവും, അതാണ് അതിൻ്റെ ഗുണം. പിന്നെ റബ്ബർ ക്വാളിറ്റി നമുക്ക് ഒരിക്കലും ഇങ്ങനെ വലിച്ച് ഇതിൻ്റെ ക്വാളിറ്റി പറയാൻ പറ്റില്ല. കാരണം മീനിൻ്റെ വായിലെ പല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഷാർപ്പാണ്. ആ പല്ല് കൊണ്ട് കീറി വരിഞ്ഞ് മുറിഞ്ഞ് ഫ്രോഗ് പോയെങ്കിൽ മാത്രമേ റബ്ബർ ക്വാളിറ്റി നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഈ നമ്മൾ ഉപയോഗിച്ചിടത്തോളം ഈ ഫ്രോഗിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ഇത് വലിച്ചു കീറത്തില്ല. ഈ ഷാർപ്പായിട്ടുള്ളൊരു സർഫസിൽ കൊണ്ടിട്ട് ഇതൊരിക്കലും ഈ ഫ്രോഗ് കീറില്ല, അത്രയും ക്വാളിറ്റിയാണ്. രണ്ടാമത് ഈ ഫ്രോഗ് കയ്യിലെടുത്ത് കഴിഞ്ഞാൽ വെയിറ്റ് ഇല്ല. പക്ഷെ നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ഹെവി റോഡിൽ കാസ്റ്റ് ചെയ്തിട്ട് ഏകദേശം 40 മിനിറ്റോളം കാസ്റ്റിംഗ് കിട്ടിയ ഫ്രോഗ് ചെയ്തു കണ്ടല്ലോ. പിന്നെ ഡിസൈനൊക്കെ ആണെങ്കിലും നല്ല ഡിസൈനാണ്, നല്ല അടിപൊളി ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് കണ്ടല്ലോ. അപ്പം എല്ലാവരും വാങ്ങിച്ചോളൂ ഈ ഫ്രോഗ്. പേര് ഡബിൾ കണ്ടല്ലോ, അടിപൊളി. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഡബിൾ എന്ന് പറയുന്ന ഫ്രോഗിൻ്റെ പാക്കിങ്. അതായത് വെയിറ്റ് വരുന്നത് 11 to 12 ഗ്രാമാണ് കണ്ടല്ലോ. ഇങ്ങനെയാണ് വരുന്നത്. നല്ല അടിപൊളി പാക്കിങ്, ക്വാളിറ്റി പാക്കിങ് കാര്യങ്ങളൊക്കെ. ഈ പാക്കിങ്ങിൻ്റെ ക്വാളിറ്റി മാത്രമല്ല, ഫ്രോഗിൻ്റെ ക്വാളിറ്റിയും എന്താ പറയുക 100% പക്ക ക്വാളിറ്റിയാണ്. റബ്ബർ ക്വാളിറ്റിയും ഫ്ലൂക്കിൻ്റെ ക്വാളിറ്റി എല്ലാം. ഇതാട്ടോ ഫ്രോഗിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് അൺമാഡ് ഫ്രോഗുകളിൽ 3 ഗ്രാമിന്റെ അൾട്രാ ലൈറ്റ് ഫ്രോഗ് കിഡ് എന്നാണ് ഇതിന്റെ പേര് വരുന്നത്. ഇതുണ്ട ഒരു കുഞ്ഞൻ ഫ്രോഗ് ആണേലും ഇതുണ്ട ഒരു രക്ഷയില്ലാത്ത മോഡലുമാണ്. റബ്ബർ ക്വാളിറ്റിയാണ് കേട്ടോ. നല്ല അടിപൊളി സ്പിന്നറോട് കൂടി ചെറിയ ലൈറ്റ് ഗെയിമുകൾക്ക് കളിക്കാൻ പറ്റിയ ഒരു ഫ്രോഗാണ്. ഇതിലിപ്പം ഈ സാധനം നമ്മൾ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി വെറും വരാലിന് മാത്രമല്ല പാലാങ്കണ്ണി അടക്കം പ്രതീക്ഷിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പാലാങ്കണ്ണി ഒന്ന് അടിച്ചു കയറ്റിയതിന് ശേഷം കിട്ടുന്നില്ല ഉറപ്പ് പറയാം. എന്തായാലും അൾട്രാലൈറ്റില് സൂപ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ കിഡ് മോഡൽ കണ്ടല്ലോ. ഇത്രയും ചെറിയ ഫ്രോഗാണ്, പക്ഷേ എൻ്റെ വിരലിൻ്റെ കണ്ടല്ലോ ഈ ഒരു ആദ്യത്തെ മടക്കമുണ്ട്, അത്രയും സൈസ് ഉള്ളൂ ഫ്രോഗിന്. എൻ്റെ സ്പിന്നറൊക്കെ ആണല്ലോ അത്രയും നല്ല വലിപ്പമുള്ള സ്പിന്നറും കാര്യങ്ങളും വന്നിരിക്കുന്നത് കണ്ടല്ലോ. മൊത്തത്തിൽ നല്ല അടിപൊളി ഒരു ഫ്രോഗ്. അൾട്രാലൈറ്റ് തൂക്കം വരുന്നത് 3 ഗ്രാമാണ് തൂക്കം വരുന്നത്. അൾട്രാലൈറ്റ് ഗെയിമിങ്ങിന് വേണ്ടി മാത്രം ആദ്യമായിട്ട് മാർക്കറ്റ് ഇത്രയും ചെറിയ മൈക്രോ ഫ്രോഗായിട്ട് വരുന്ന ഫ്രോഗാണ് നമ്മുടെ പെറ്റ്സോൻ്റെ കിഡ് എന്ന് പറയുന്ന ഫ്രോഗ് കണ്ടല്ലോ. സെറ്റ്. അപ്പോൾ നമ്മുടെ പെറ്റ്സോൻ്റെ തായ് ഫ്രോഗ് കണ്ടല്ലോ. വുഡിൽ മെയിനായിട്ടുള്ള തായ് ഫ്രോഗ് കണ്ടല്ലോ. ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ചേറുമീൻ, അതുപോലെ വാഹനം അങ്ങനെയുള്ള മീനുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഫിനിഷിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല അടിപൊളി ഫിനിഷിങ്ങോട് കൂടി വരുന്ന ഒരു ഫ്രോഗ്. ഒരു 3D എഫക്റ്റിലുള്ള ഡിസൈനിങ് കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. 2 സൈഡിൽ 2 കണ്ണൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് റാച്ചറ്റ് സൗണ്ടാണ്. ഇതിനകത്ത് സൗണ്ട് ഉണ്ട്, ഇതിൽ കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കണ്ടല്ലോ. റാച്ചറ്റ് സൗണ്ട് ഉണ്ട് കണ്ടല്ലോ. ഇത് നമ്മുടെ പെറ്റ്സോൻ്റെ ബ്രാൻഡിങ്, ഇതാണ് പെറ്റ്സോൻ്റെ ബ്രാൻഡിങ് വരുന്നത്. നല്ല അടിപൊളി കളറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ചെയ്തിരിക്കുന്നതാണ് പെറ്റ്സോൺ. അപ്പോൾ പെറ്റ്സോൻ്റെ ഫുഡ് ഇതിൻ്റെ അനിയനെന്ന് വേണം പറയാം. ഒരു കുഞ്ഞെന്ന റേറ്റും കൂടെ ഉണ്ട്, അവനെവിടെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നമ്മുടെ പെറ്റ്സോണിന് 5 കളറിലുള്ള ജേഴ്സിയാണ്
നമുക്കുള്ളത്. അപ്പോൾ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ഷോർട്സിൽ ഒരു ജേഴ്സി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത്രയും നാൾ മാർക്കറ്റിൽ വന്നിരിക്കുന്ന എല്ലാ ജേഴ്സിയിൽ നിന്നും ഒത്തിരി വ്യത്യാസമായിട്ട് നല്ല അടിപൊളി ഡിസൈന്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് UV പ്രൊട്ടക്റ്റഡ് ആണ്. കാരണം എല്ലാവരും പറയും UV പ്രൊട്ടക്റ്റഡ് ആണെന്ന് പറയുമെങ്കിലും അത് കറക്റ്റ് ആവാറില്ല. പക്ഷേ ഇത് കറക്റ്റ് UV പ്രൊട്ടക്റ്റഡ് ആണ്. ഞങ്ങൾ എല്ലാവരും ഉപയോഗിച്ച് സാറ്റിസ്ഫൈഡ് ആയ സാധനം. കാരണം ഇന്നലെ ഞാൻ രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് ഒരു 1:30 വരെ ഞാൻ ഫുള്ള് വെയിലത്ത് നിന്ന് കാസ്റ്റ് ചെയ്താണ്. എനിക്ക് യാതൊരു പ്രശ്നം ഉണ്ടായില്ല. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഹുഡി ഉണ്ട്. അത് ഞാനിപ്പോൾ എല്ലാത്തോടെ ജേഴ്സി കാണിക്കും. അപ്പോൾ അതിനകത്ത് ഹുഡി എല്ലാ കാര്യങ്ങളും ഉണ്ട്. പെട്സോൻ്റെ കറക്റ്റ് ബ്രാൻഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കയ്യിലൊക്കെ നല്ല അടിപൊളി പ്രീമിയം ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ജേഴ്സിക്ക് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ പെട്സോന്റെ ജേഴ്സികൾ നമ്മൾ ജലീലൊക്കെ കാണിക്കുന്നതായിരിക്കും. ജലീല ആദ്യത്തെ ഒരു മോഡല്, പിന്നെ ഒരു മോഡല് ഞാൻ അപ്പം നല്ല പ്രീമിയം ക്വാളിറ്റിയിലാണ് അത്. വെച്ചിലും നിങ്ങൾക്ക് എന്താ പറയാ UV പ്രൊട്ടക്റ്റഡ് ആണ്. ഓക്കെ, ഈ റേഞ്ചിൽ നമ്മുടെ മാർക്കറ്റിൽ ഈ ബ്രാൻഡിന്റെ ഈ ടീഷർട്ട് മാർക്കറ്റിലും കൂടി ഇറങ്ങുന്നുണ്ട്. വെറും 550 രൂപക്കാണ് ഈ ടീഷർട്ട് കൊടുക്കാൻ പോകുന്നത്. എവിടെ ചെന്നാലും 850 രൂപ 1000 രൂപ കൊടുത്ത് വാങ്ങുന്ന നമ്മളെ ടീഷർട്ടുകൾ ഇത്രയും നല്ല മെറ്റീരിയലാണ്. വേണ്ട, ഹൈ ക്വാളിറ്റി മെറ്റീരിയലിലുള്ള ഈ ടീഷർട്ടുകൾ പല കളറിലും പല ഡിസൈനിലും ഉണ്ട്. ഇത് വേണ്ട. അപ്പൊ മറ്റൊരു കണ്ടല്ലോ, പെട്സോന്റെ രണ്ടാമത്തെ കളർ ഒരു നല്ല അടിപൊളി ഡിസൈൻ ഹുഡി ഉണ്ട്. പിന്നെ ഉള്ളൊരു സാധനമാണത്, മാരക സാധനം. നമുക്കുള്ളതിൽ ഏറ്റവും അടിപൊളി ഡിസൈനിൽ വന്നിരിക്കുന്ന സാധനം. ഇത് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും എല്ലാവരും വാങ്ങിക്കുന്നുണ്ട്. പെട്സോ എന്നുള്ള ബ്രാൻഡിങ് ഒക്കെ ഫ്രെയിമിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നല്ല അടിപൊളി 2 ഫിഷിന്റെ പടം കൊടുത്തിട്ടുണ്ട്. അടുത്തൊരു ബാക്ക് സൈഡിലുണ്ട് പെട്സോ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തൊരു കളറ് ആണല്ലോ. ഇത്രയും നല്ല ഡിസൈനോട് കൂടി ഏതെങ്കിലും ഒരു ബ്രാൻഡ് ടീഷർട്ട് ഇറക്കിയിട്ടുണ്ടോ നോക്കി. UV പ്രൊട്ടക്റ്റഡ്, തുച്ഛമായ വിലയ്ക്ക് എല്ലാവർക്കും അഫോർഡ് ചെയ്യാവുന്ന പ്രൈസിൽ ഇറക്കിയിരിക്കുന്നത് ഉണ്ടല്ലോ. അടുത്തൊരു കളറ് നോക്കി. ഇത് വാങ്ങിക്കാൻ വരുന്ന ഒരാൾക്ക് ഏതെടുക്കണമെന്ന് കൺഫ്യൂഷൻ ആവും. അത്രയധികം ഡിസൈനിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ജലീലേക്ക് ഇട്ടിരിക്കുന്ന ഇഷ്ടപ്പെട്ട കളർ നമുക്ക് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചോദ്യം വന്ന ക്വാണ്ടിറ്റി നമുക്ക് ഇറക്കട്ടോ. ഒരു രക്ഷയില്ലാത്ത ഇത്രയും കളറുകളില് ഇനിയും പുതിയ മോഡലുകൾ നമുക്ക് വരാനുണ്ട്. ഒക്കെ നമുക്ക് ഇതില് ലാഭം പ്രതീക്ഷിച്ചുകൊണ്ടല്ല, നല്ല അടിപൊളിയായിട്ടും ക്യൂട്ടായിട്ടും നിങ്ങൾ ഫിഷിങ്ങിന് പോകാന്നുള്ള ഉദ്ദേശമാണ്. ഈ മെറ്റീരിയലിന്റെയും ഇത് അടിക്കുന്നതിന്റെയും പോസ്റ്റ് ചെയ്യുന്നതിന്റെ ഒക്കെ ചെലവുകൾ മാത്രമാണ് എടുക്കുന്നത്. ഒരു 550 രൂപ. 550 രൂപക്ക് ലാഭം എടുത്തുകൊണ്ട് ഇങ്ങനത്തെ ടീഷർട്ട് കൊടുക്കാൻ പറ്റില്ല, ജേഴ്സി കൊടുക്കാൻ പറ്റില്ല എന്നുള്ള എല്ലാവർക്കും അറിയാലോ. അപ്പൊ ഈ മെറ്റീരിയലിന്റെ പൈസ മാത്രമാണ് ഇതിൽ ഈടാക്കിയിട്ടുള്ളത്. 550 രൂപക്ക് നിങ്ങൾക്ക് നല്ല സൂപ്പറായിട്ട് ക്യൂട്ടായിട്ട് ഫിഷിങ്ങിന് പോകും. അപ്പൊ ഞാന് ഒരുപാട് ടീഷർട്ടുകൾ നിങ്ങൾ എന്റെ വീഡിയോസിലും കൂടെ കണ്ടിട്ടുണ്ടാവും. ഇതേമാരത്തെ ടീഷർട്ട് ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയും നല്ലൊരു മെറ്റീരിയൽ ക്വാളിറ്റി ഉള്ള സാധനം എനിക്ക് ആദ്യമായിട്ട് കിട്ടുകയാണ്. നല്ല കറക്റ്റ് ഫിറ്റ് സൈസാണ്. അപ്പൊ മേഡിനായ സ്മോൾ ആയാലും മേഡിനായാലും ലാർജ് ആയാലും ഒക്കെ കറക്റ്റ് അളവാണ്. അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള സാധനമാണ്. വെയിലത്ത് നിങ്ങൾക്ക് ഇതാ മഞ്ഞിനാണേലും വെയിലിനാണേലും ഒക്കെ ഇതൊക്കെ ഉണ്ട്. അതുപോലെ UV പ്രൊട്ടക്ഷനോട് കൂടിയിട്ടുള്ള സൂപ്പർ സാധനം. നമ്മൾ മീൻ പിടിച്ചാൽ മാത്രം സേഫ് ആയിട്ടിരിക്കണം. നമ്മളെ പോകുമ്പോ ഉള്ള കളറ് അതുമാതിരി ഇതിട്ടിട്ട് പോയാല് നമ്മള് മീൻ പിടിക്കാൻ വരുന്നത്തേക്ക് ഏത് കളറിലാണോ പോയത് അതേ കളറിൽ നമുക്ക് തിരിച്ച് വീട്ടിൽ വരാം. അപ്പൊ വീട്ടുകാർ തെറിയേക്കലൊക്കെ കുറച്ച് കുറയും കേട്ടോ. ഓക്കെ, ഇതൊക്കെ അങ്ങോട്ട് ഇട്ടിട്ട് കാണാൻ വല്ലാണ്ട് വെയിലടിക്കൂല. ഇത് ചൂടെടുക്കൂല, എത്ര നേരം എടുത്താലും ചൂടെടുക്കൂല. ഈ സാധനം നമ്മളെ കുത്തിക്കൊള്ളൂല. കറക്റ്റായിട്ട് നമ്മളെ ഒരു കാലി ബോഡിയിൽ നിൽക്കുന്ന ഫീൽഡിങ്ങനെ നിൽക്കാം നമുക്ക് ടീഷർട്ട് ഇട്ടുകൊണ്ട്. അപ്പൊ മറക്കണ്ട, എല്ലാവരുടെ മുന്നിലേക്ക് സമർപ്പിക്കുകയാണ് ഒരു സൂപ്പർ ടീഷർട്ടും കൂടി. ഓക്കെ, അപ്പൊ നമ്മുടെ പെട്സോന്റെ എല്ലാ ജേഴ്സി എല്ലാവരും ഇട്ടിട്ടുണ്ട്. കണ്ടല്ലോ, വൈറ്റ് കളറ്, ബ്ലൂ, യെല്ലോ, പിന്നെ ഒരു ഡാർക്ക് ഗ്രീൻ എന്ന് പറയാം. കണ്ടല്ലോ, എല്ലാ ജേഴ്സി എല്ലാവരും ഉണ്ട്. കണ്ടല്ലോ, ഒന്നിനൊന്ന് വെച്ചോ എല്ലാ ജേഴ്സിയും. കണ്ടല്ലോ, ഒന്ന് തിരിയാവോ എല്ലാവരും. കണ്ടോ, ബാക്ക് സൈഡ് ആണെങ്കിലും നല്ല അടിപൊളിയായിട്ടുണ്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിട്ട് മീൻ പിടിച്ച് തകർക്കുക എല്ലാവരും. ഓക്കെ, അപ്പൊ ഈ ജേഴ്സി ഉണ്ടോ? സാധനം മറ്റൊരു ജേഴ്സി അല്ലേ ഇത്?
പെറ്റ്സോ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ കണ്ടല്ലോ, പെറ്റ്സോ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ പുതിയ ടീഷർട്ടാണ്. ഫുഡ് ഇതിന് മുന്നേ നിങ്ങൾ കണ്ടില്ല, അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾ കണ്ടായിരുന്നല്ലോ, ആ സെയിം ജേഴ്സി. അതിൻ്റെ അകത്ത് വന്ന ഫ്രോഗ്, ഞാൻ അതിൻ്റെ അതിന് ഫ്രോഗ് കാണിച്ചിട്ടുണ്ട്, തായ് ഫ്രോഗ് കാണിച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞൻ തായ് ഫ്രോഗ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. കണ്ടോ, കുഞ്ഞൻ തായ് ഫ്രോഗ് അടിച്ച വിയറ്റ്നാം വരാൽ. സൈസ് കണ്ടല്ലോ, സൈസ് എന്ന് പറഞ്ഞാൽ ഹെവി സൈസ് കണ്ടല്ലോ, ഹെവി സൈസാണ്. കണ്ടല്ലോ, നല്ല സൈസ് സാധനം, നല്ല തലവലിപ്പുണ്ട്. ഒരു കിലോ എന്തായാലും ഉണ്ടാവും, 1 കിലോ അടുത്തുണ്ടാവും. ഇത്രയും സൈസുള്ളൊരു വിയറ്റ്നാം വരാൽ. ഈ ഫ്രോഗയിൽ എന്തുണ്ടല്ലോ, പെറ്റ്സോ എന്നുള്ള ബ്രാൻഡിങ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പുതിയ ബ്രാൻഡാണ്. എല്ലാവരും ഈ ഫ്രോഗ് മാർക്കറ്റിൽ വന്നിട്ടില്ല, നമുക്ക് ടെസ്റ്റിന് വേണ്ടി വന്ന ഫ്രോഗാണ്. ഫസ്റ്റ് 2-3 ദിവസം റിസൾട്ട് ഉണ്ട്. വെള്ളത്തിൽ കൂടെ വന്നാണ്, നല്ല രസമാണ്. ചേരുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല, നമ്മൾ ക്യാമറ ഒന്നും വെച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കാൻ വേണ്ടി വന്നതാണ്. കണ്ടല്ലോ, ഞാൻ ക്യാമറ വെച്ചിട്ട് ബാക്കി വീഡിയോയും കാര്യങ്ങളും എടുക്കാം. എന്തായാലും സെറ്റ് സാധനം കണ്ടല്ലോ, കിട്ടുന്ന സാധനം. അപ്പോൾ സാധനം കിട്ടുന്നതാണ്.